നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഇതായി പ്ലാസ്റ്റിക് കവർ കൊണ്ട് നമുക്ക് പൂ ഉണ്ടാക്കാം. കുറേ നാളായിട്ടൊന്നും ഉണ്ടാക്കാതെ ഇതുപോലൊരു ഇങ്ങനത്തെ ഒരു പൂ ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് പണിയൊന്നുമില്ല. ഒരുപാട് സാധനം വേണ്ട. പിന്നെ ഈ കവർ വേണം, ഇത്തിരി ഗോൾഡൻ കമ്പി വേണം, പിന്നെ ഇത് വേണം, പിന്നെ പശ വേണം, നമുക്ക് ഗ്രീൻ ടൈപ്പ് ഇതും കൂടി വേണം. നമുക്ക് ചുറ്റുണ്ട് ഇതിൻ്റെ കണ്ടി ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പെയിൻറ്റ് വേണം. ഇതിന് മേലെ അടിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പെയിൻറ്റ് മേടിച്ചാൽ മതി. എന്തെങ്കിലും മതി, കളറ് സ്കെച്ചോ എന്നായാലും മതി. പിന്നെ നമുക്ക് ഒരു സ്റ്റിക്ക് വേണം. അതിനോട് കൊണ്ടിട്ടിരിക്കാൻ എനിക്കത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിക്ക് വേണം. ഇത് ഇത്രയും വേണം. നമുക്കൊന്നാല് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ നമുക്കെന്നാല് ഇതുപോലത്തെ ഒന്ന് മുറിച്ചെടുക്കാൻ മതിയേ. നമുക്കിതാ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഇത് മുറിച്ച് കൊടുക്കാം. ഇത്രയും നമുക്ക് വേണ്ടു വലിപ്പം. ഈ എഴുത്തിലെ വാഴ വേണം. ഇത് കട്ട് ചെയ്ത് കളയായിരുന്നു. ഇത് 4 മതിയാവും നമുക്കിതാ. ഇതിങ്ങനെ മടക്കിയിട്ട് ഒന്നിച്ച് മടക്കിയാൽ മതി. ഓരോന്നായി വേണ്ടിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നമുക്കിതാ എളുപ്പമായില്ല. കുറേ മടക്കാൻ നമുക്ക് ഈ സൈഡിൽ നിന്ന് മുറിച്ച് കൊടുത്താൽ ഓരോ ഇതളായിട്ട് നമുക്ക് കിട്ടും. ഓരോ ഇതിലാക്കാൻ എത്ര വലുതും ആക്കാം. നമുക്ക് ഇതുപോലത്തെ ഒന്നാക്കാൻ ഒരു 4 മതി. 4 ഇതുപോലെ 1 2 3 4 ഇത്രയും വേണ്ടു നമുക്ക്. ഒരേപോലെ നമുക്ക് വെച്ച് ഒരുപോലെ ആവണില്ലേ. രണ്ടറ്റ ഒരുപോലെ ആക്കി നമ്മളത് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നടത്തി കൊടുത്ത് തിരിച്ചു മറിച്ച് അങ്ങനെ മടക്കിയാൽ മതി. ഇതല്ലേ ഇതിന് അവസാനം വരെ ഇതുപോലെ മടക്കിയിട്ട് കാണിക്കാം. ഇതാ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ കണ്ടില്ലേ? ഇതാ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. രണ്ടറ്റം നമ്മൾ നടുക്കെ ഇങ്ങനെ മടക്കിയിട്ടേ നടുക്കെ ഇങ്ങനെ മടക്കണം. ഇതിൻ്റെ നടുവിൽ നമുക്കിതാ ഈ കമ്പി കഷ്ണം ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. നമുക്കൊന്ന് മുറുക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ അറ്റം നമുക്ക് ഷേപ്പാക്കി കൊടുക്കണം. അത് ഏത് ഷേപ്പിലും ആക്കാം നമുക്കത്. അപ്പം ഇങ്ങനെയാണ് പൂവിൻ്റെ അതിൽ മാതിരി ആക്കി കൊടുക്കാം. കണ്ടില്ലേ? നമുക്കിത് ഓരോ ഇതളായിട്ട് നമുക്കിത് ഇങ്ങോട്ടാക്കണത്. ഓരോ ഇതളായിട്ട് 4 ഉണ്ടല്ലോ. 2 ഭാഗത്തുനിന്ന് 4 വീതം ഉണ്ടാവുമേ. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങോട്ട് ആക്കാം. ഒരു ഭാഗത്ത് ആയി.
നമുക്ക് ഈ ഭാഗത്തത് എടുക്കണ്ടേ, ഇതുപോലെ ഇതാ ഈ ഭാഗത്തത് ആയാ അതിൽ പറയണം. എന്താ ആദ്യത്തെ ഒരു ലെയർ ഇതാ ഇങ്ങനെ ഞാനാക്കി. ഇതുപോലെ നമുക്ക് എല്ലാ ലെയറും ഇതുപോലെ ആക്കി വെക്കണം. മേലോട്ട് എന്താ രണ്ടാമത്തത് ഇതുപോലെ ചുറ്റും ഇങ്ങനെ, മനസ്സിലായില്ലേ? ഇതുപോലെ എല്ലാം ഇതുപോലെ ആക്കണം. അതുപോലെ എല്ലാ ലെയറും ഇതുപോലെ മേലോട്ട് ആക്കണം. ഇതേപോലെ ഇതാ കണ്ടില്ലേ? എല്ലാം ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരത്ത്. എല്ലാം ആക്കിയിട്ട് കേട്ടോ. ഇതുപോലെ എല്ലാ ലെയറും ഇങ്ങനെ ഇതേപോലെ വരുന്നതാ, കണ്ടില്ലേ? നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ട് കണ്ടില്ലേ? എല്ലാ ലെയറും ഇങ്ങനെ വളർത്തിയിട്ട് നമുക്ക് ഇതേപോലെ വളർത്തിയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറുതും വലുതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ കൂട്ടി പിടിക്കുക, എന്നിട്ട് ഒന്ന് ഷേപ്പാക്കി ഇങ്ങനെ കൊടുക്കുക. നമുക്കൊരു മുട്ടും കൂടെ വേണ്ടേ, അതും കൂടെ ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം. നമുക്ക് ഇതുപോലത്തെ ഒരു മുട്ടും കൂടി ആക്കി കൊടുക്കാം. ഇങ്ങനെ വേണ്ടോ, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഇതാക്കുന്നതല്ലേ, അല്ല വൃത്തിയിൽ നമുക്ക് പിന്നെ ആക്കാനേ പെട്ടെന്ന് ആക്കുന്നതല്ലേ. ഇതുപോലെ ഒരു പഞ്ഞി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. മുട്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒന്നുമില്ല. ഇതുപോലത്തെ ഒരു വെള്ളക്കമ്പി ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് വെക്കാം. നൂലെടുത്തിട്ട് കെട്ടിക്കൊടുക്കാൻ. ഉണ്ടല്ലേ? നമ്മൾ ഞാൻ കെട്ടി കൊടുക്കുക. അത്രയും കൊടുക്കുക. കണ്ടില്ലേ? വേണ്ടാത്തെല്ലാം മുറിച്ച് കളയാം. പിന്നെ ഇത് ചുറ്റി കൊടുക്കുക. വീണ്ടും എപ്പോഴും നമുക്ക് ചുറ്റി കൊടുക്കുക. പച്ചക്കളർ വേണ്ടേ, അതായത് പോലെ നമുക്ക് ചുറ്റി കൊടുക്കുക. ഇത് മാത്രമേ അതിന് പറ്റൂല. നമുക്ക് കുറച്ച് പശയും കൂടെ അതിൽ ആക്കിയിട്ട് ഒട്ടിക്കും. വെറുതെ ചാടിക്കളയുന്ന കവറുകൾ നമുക്ക് ഇതിനേക്കാളും മനോഹരമായി നമുക്ക് ഓരോ തരത്തിൽ ഉണ്ടാക്കാം. നമുക്ക് ഇത് ചെറുതെ അങ്ങനെ കാണിച്ചു തന്നേയില്ലേ. ഇനി ഒരുപാട് പൂക്കളാക്കാം നമുക്ക്. കണ്ടില്ലേ? അതുപോലെ നമുക്ക് പൂവിന് ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഇതിന് ചുറ്റി കൊടുക്കുന്നത് പോലെ ഇതന്നെ വേണമെന്നൊന്നുമില്ല. പച്ച കവറുണ്ടായാലും മതി, ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ തുണി ഉണ്ടെങ്കിൽ അത് മതി, ലൈനിങ്ങിൻ്റെ തുണിയോ എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ മതി. ഇതന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ കളർ കൊടുക്കണ്ടേ, നമുക്ക് പെയിൻറ്റ് കൊടുക്കണ്ടേ. ഇത് നമുക്ക് ഇതൊന്നിങ്ങനെ മെല്ലെ തൊട്ടിട്ടാക്കിയാൽ കയ്യിൽ വരലോട്ട് തൊട്ടിട്ടാക്കിയാലും മതി. നമുക്ക് ഇറുക്കലോ ഇനി മേലെ മാത്രം ഇങ്ങനെ കൊടുക്കാം.
കുറച്ച് സ്കെച്ച് തന്നെ ഉണ്ടെങ്കിൽ അത് മതി. പലത് നമുക്ക് ഏത് കളറാൻ വേണ്ടി വെച്ചാൽ ഇതുപോലെ തൊട്ടിട്ട് ഇല്ലേ പൂക്കളാകെ മാറിയില്ല. ഇത്രയേ വേണ്ടില്ല. അതുപോലെ നമുക്ക് ഈ മുട്ടിനും ഇടമാത്രം കൊടുക്കാം ചെറിയ. നമുക്ക് ഇലയാന്നാക്കേണ്ടത്. ഇലയാനിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടേ. ഇത് ഈ ഫോം ഷീറ്റ് കൊണ്ടാണ് ആക്കിയിട്ടില്ലത്. എന്താ കണ്ടില്ലേ? ഞാനിന് ഇല മുറിക്കുന്ന കാണിക്കാം. കയ്യിൽ നിന്ന് നോക്കട്ടെ. അത് പറയുന്നു. നമുക്ക് ഇലയാക്കണ്ടേ? നടുക്കിങ്ങനെ മടക്കി പിടിക്കുക. ഇതുപോലെ മടക്കിയിട്ട് ഇതും പുറമെ ഉണ്ടാവുമല്ലോ നോക്കിയിട്ട് നിന്ന് മടക്കിയിട്ട് കുറച്ചാക്കിയിട്ട് ഇങ്ങനെ ചെരിച്ചു കൊണ്ടുവരിക. കണ്ടില്ലേ? നമുക്കിതിന് ഇതുപോലെ സൈഡിന് ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ച് ഇങ്ങനെ വരുക. നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ആക്കുക. ഇതെല്ലാം അറിയാത്ത ആൾ കുറവല്ലേ. അതുപോലെ വന്നു നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. നമുക്കിത് ഇതുപോലെ ഞാൻ ആക്കി വെച്ചാൽ ഞാനിവിടെ ഉണ്ടാക്കി വെച്ച പൂക്കളെല്ലാം ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇനി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റിക്കുടെ കമ്പിയാണിത്. ഇനി നമുക്ക് ചുറ്റി കൊടുക്കാം. ഇത് ചുറ്റി കൊടുക്കാം. നമുക്കിതിങ്ങനെ ഇതുപോലെ വീണ്ടായിട്ട് ചുറ്റിയിട്ട് അതിന് സെറ്റ് ചെയ്യാം. നമുക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് നൂലെടുത്ത് കട്ടിങ് ചെയ്യാം. അല്ലെങ്കിൽ പോകും തോന്നുന്നുണ്ടെങ്കിൽ നൂലെടുത്ത് കെട്ടാം. നമുക്ക് ആദ്യം നമുക്ക് മുട്ട് സെറ്റ് ചെയ്യാം. മുറിക്കാം. അങ്ങനെ കണ്ടില്ലേ? ഇതുപോലെ ഓരോ പൂക്കളും ഇത്രയേ വേണ്ടൂ. ഒരുപാട് പണിയൊന്നും ഇല്ല. സെറ്റ് ചെയ്യലെല്ലാം എല്ലാം നമുക്ക് എങ്ങനെയാണ് നമുക്ക് തോന്നി വെച്ചാൽ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇതെല്ലാം ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓരോന്നോരോന്നായിട്ട് എല്ലാം സെറ്റ് ചെയ്യട്ടെ. നമ്മുടെ പൂക്കളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ കണ്ടില്ലേ? മനോഹരമായ നമ്മളെ വെറും മീനെല്ലാം മേടിച്ചു കൊണ്ടിരുന്ന കവറാണിത്. ഇങ്ങനെ മനോഹരമാക്കി എടുത്തത്. നമുക്ക് ഈ ഇല ഇതുപോലെ പശയാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേ വേണ്ടൂ. ഇതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേ വേണ്ടത്. കണ്ടില്ലേ? ഇതിവിടെ പശയെടുത്ത് നമ്മൾ ഇതുപോലെ പശയെടുത്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. വേണ്ട ഇതിൽ മനോഹരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനിങ്ങനെ തുടങ്ങിയതാണ്. ഇനി നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. പൂക്കൾ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.